കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അനിയ സത്യങ്ങളൊക്കെ ആദർശനോട് തുറന്നു പറയാണ്. അതെ, മുത്തശ്ശന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ഉണ്ട്, നല്ല പ്രഗത്ഭനായ ഡോക്ടറാ. അനാമികയുടെ അച്ഛനെ ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ബഷീർ അഹമ്മദ് എന്ന പേര്. അപ്പൊ ഡോക്ടറെ കിട്ടുവാണെങ്കിൽ മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ശരിയാക്കാൻ കഴിയുമെന്ന് എന്റെ വിശ്വാസം എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അത് നല്ലൊരു കാര്യമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ അനാമികയുടെ അച്ഛന്റെ ഫോൺ നമ്പർ ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് വിളിച്ചു നോക്കാന്ന് പറയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ആദർശനോട് പറയാനുണ്ടെന്ന് പറയാം. എന്താ ഇനി നിനക്ക് എന്ത് വേണമെന്നും എന്നോട് പറയാലോ, അതിന് മുഖവരയുടെ ആവശ്യമുണ്ടോന്ന് ചോദിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യം കേട്ടിട്ട് ആദർശേട്ടൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അതെന്താ അങ്ങനെ പറഞ്ഞ്? അതെ, എനിക്ക് പറയാനുള്ള ഏട്ടത്തിനെ കുറിച്ചാ പറയാനുള്ളത്. ഏട്ടത്തി അറിയാലോ, ഇപ്പൊ ഏട്ടത്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ അറിയാലോ ഏട്ടന്. ഏട്ടൻ കാരണമാ. അല്ല, എന്തിനാ ഏട്ടത്തിന്റെ നമ്പർ ഏട്ടൻ ബ്ലോക്ക് ചെയ്ത് വെച്ചത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? പാവം ഏട്ടത്തി എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? മുത്തശ്ശിന്റെ ഒരു മെഡിസിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആദർശനെ വിളിച്ചു തന്നെ. പക്ഷെങ്കിൽ ആദർശാണ് ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചു. പാവം ഏട്ടത്തി അതെന്നോട് വളരെ സങ്കടത്തോടെ ആ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറയാണ്. വെറുതെ കള്ളം പറയണ്ട ആദർശേട്ടാ. ആദർശേട്ടൻ ഇപ്പോഴും ഏട്ടത്തിയോട് സ്നേഹം മാത്രം അല്ല, സ്നേഹമല്ല ദേഷ്യം മാത്രം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏട്ടത്തിയുടെ നന്മ ആദർശേട്ടൻ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഏട്ടന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയായിരിക്കും. ഏട്ടത്തിയുടെ ആ മനസ്സിന്റെ നന്മ ഈ കുടുംബത്തിലുള്ള ഞങ്ങള് കുറെ പേരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഭർത്താവ് എന്ന് പറയുന്ന ഏട്ടന് മാത്രമാണ് തിരിച്ചറിയാൻ കഴിയാത്തെന്ന് പറയാം. ഇതേ അനി, ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞല്ലോ, നിനക്ക് എന്നോട് എന്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാം, മുത്തച്ഛന്റെ കാര്യത്തെക്കുറിച്ചും. അല്ലാതെ അവളെ കുറിച്ച് ഇപ്പം എന്നോട് പറയണ്ട, എനിക്ക് ആ കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറയണം. അനി പറഞ്ഞു, എന്റെ മനസ്സിൽ തോന്നി ഞാൻ പറഞ്ഞു, ഇനി എല്ലാം ആദർശേന്റെ ഇഷ്ടം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നേ ആദർശം ദേവേനും കൂടെ നേരെ മുത്തശ്ശന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. മുത്തശ്ശന്റെ മുറിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും മുത്തശ്ശൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല, അച്ഛൻ ഇതുവരെ ഫുഡ് കഴിച്ചില്ലെന്ന്, അതെന്താ ഫുഡ് കഴിക്കാത്തെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാനൊന്നും കഴിക്കുന്നില്ല. അല്ലേലും ഇതൊക്കെ കഴിച്ചിട്ട് കുറെ കാലം കൂടെ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്ത് കിട്ടാനാ, വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് പറയാണ്. ഈ കുടുംബത്തിന്റെ പോക്ക് അങ്ങനെയല്ലേ. ഇവിടെ ഒരു ദിവസം കൂടെ കൂടുതൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കാണേണ്ടി വരും. വെറുതെ എന്തിനാ ആ ശാപം കൂടെ ഇനി തലയെ വലിച്ചു വെക്കുന്നേ എന്ന് ചോദിക്കണം. എന്താ മുത്തശ്ശ, എന്താ ഇപ്പൊ സംഭവിച്ചേ? അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കണം. ഒന്നും സംഭവിച്ചില്ലല്ലേ? നീ എന്തിനാ നയനമോളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തെന്ന് ചോദിക്കണം. ഓഹോ, അപ്പോൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എടാ, എന്റെ ഒരു മെഡിസിൻ തീരുന്ന കാര്യം പറയാൻ വേണ്ടി അവള് വിളിച്ചത് നിന്നെ. പക്ഷെ നീ ആ കോൾ എടുത്തില്ല. എന്നിട്ട് അവൾ എന്നോട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കുക മാത്രമേ ചെയ്തേ. പിന്നീട് എനിക്ക് മനസ്സിലായത് നീ അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്താന്ന്. അതെ, ഞാനിവിടെ ഇന്നലെ അല്ല, ഒന്നും അല്ലേലും ഞാൻ ആ ജൂലിനെ അത്ര വലുതാക്കി കൊണ്ടുവന്നല്ലേ. അതിന് പിന്നിലെ കുറെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാര്യപ്രാപ്തിയും കഴിവുള്ളതുകൊണ്ടല്ലേ ആ ജ്വല്ലറി അത്രമാത്രം ഉയർത്തിക്കൊണ്ട് വന്നേ. അങ്ങനെയുള്ള എനിക്ക് നീ ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ പോലും അത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാ. അത് നിന്റെ മനസ്സിൽ ഉണ്ടാവണം. എനിക്കറിയാം നീ വെറും അഭിനയം മാത്രമാണ് നയനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെറുതെ എല്ലാവരുടെയും മുന്നില് നീ അഭിനയിച്ചോണ്ടിരിക്കുക. ഇപ്പോഴെ എന്റെ അസുഖം നീ ഒരു കരുവാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നോട് പണ്ടത്തെ പോലെ താല്പര്യമൊന്നും ഇല്ല ആദർശേ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു നിമിഷം അല്ലെങ്കിൽ മുമ്പേ എനിക്ക് അങ്ങ് മുകളിലേക്ക് പോയാൽ മതി എന്നുള്ളതെന്ന് പറയണം. ചിലപ്പോ ആദർശോട് മുത്തശ്ശൻ എന്തൊക്കെയാ പറയണേ? മുത്തശ്ശ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുത്തശ്ശന് വേണ്ടിയിട്ട് പ്രഗത്ഭനായ ഒരു ഡോക്ടറെ കൊണ്ടുവരാൻ പോവാന്ന് പറയണം. ആ ഡോക്ടർ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് പറയണം. ഡോക്ടർ, ഇനി ഒരു ഡോക്ടർ എനിക്ക് വേണ്ടി വരണ്ട. എനിക്ക് ഫുഡും വേണ്ട, മരുന്നും വേണ്ട, ഒരു ഡോക്ടറും വേണ്ട. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാനായിട്ട് എനിക്ക് സമ്മതമല്ലെന്ന് പറയാണ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നങ്ങ് തീർന്നു പൊക്കോളാന്ന് പറയാം. മുത്തശ്ശൻ എന്ത് വർത്താനാ പറയണെന്ന് ദേവേനി പെട്ടെന്ന് ചോദിക്കുകയാണ്. നീ മിണ്ടരുത്. നിന്റെ മരുമോളെ ഇന്ന് വരെ നീ അംഗീകരിച്ചിട്ടില്ല. ആ കൊച്ചു ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നീ കണ്ടിട്ടുണ്ടോ? അവളുടെ അനിയത്തി അല്ല, അവളുടെ ചേച്ചി ചെയ്തതിന്റെ ഒരു പ്രശ്നത്തിന്റെ പേരില് അവളെ എല്ലാരും കൂടെ ഇട്ട് ക്രൂശിക്കുക. നീയും ആ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ദേവേനി, നിന്നിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നീ ഒരു സ്ത്രീയാണ്. ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും വേണം. ഇതിനെ കിട്ടുന്ന ആ മോളുടെ മനസ്സൊന്നും നൊന്നിട്ടുണ്ടോ? നീ ശരിക്കും കണ്ണീര് കുടിക്കേണ്ട വരുമെന്ന് പറയാണ്. ദേവേന, അച്ഛാ, നീ കൂടുതലൊന്നും പറയണ്ട. ആരൊക്കെ എന്തൊക്കെ ചെയ്തില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് രണ്ടുപേരും പൊക്കോ. ഇനി ഇവിടെ നിന്ന് കൂടുതൽ പറയണ്ട. ഞാൻ എന്തായാലും ആഹാരം കഴിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. അവർ രണ്ടുപേരും കൂടെ പോവാണ്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ? ആഹാരം കഴിക്കണം, മെഡിസിൻ കഴിക്കണം, അല്ലെങ്കിൽ അവനവന്റെ ആരോഗ്യസ്ഥിതി അറിയാലോ. എന്തിനാ വസുന്ധര ഞാൻ കഴിക്കണേ?
ആർക്ക് വേണ്ടി കഴിക്കണോ? ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ പാവ പെങ്കൊച്ച്. എനിക്ക് അതിന്റെ മുഖം മനസ്സിൽ നിറച്ച് ഉള്ളത്. അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഇവിടെ. അത് ഇവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അഭി ജലജയുടെ അടുത്തേക്ക് വരുമായിരുന്നു. അപ്പൊ ജലജ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു സമയത്താണ് വരുന്നത്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അഭി പറഞ്ഞു, അതെ ഇതെന്ത് കൂടാത്ര അവള് ചെയ്തു വെച്ചിരിക്കുന്നേ ആ നയന. അവള് കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അച്ഛനാണ് ഫുഡ് പോലും കഴിക്കുന്നില്ല. ആ വിധത്തിലെത്തി കാര്യങ്ങളെന്ന് പറയണം. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവറ്റകളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം. എങ്കിൽ മാത്രം ഇനിയിപ്പോ നമുക്കൊരു പിടിച്ചിരിപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറയണം. ശരിയാ നീ പറഞ്ഞേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. നല്ലൊരു അവസരമായിരുന്നു ഒത്തു വന്നിരുന്നത്. ആ അവസരം നഷ്ടപ്പെടുത്തിയില്ലേന്ന് ചോദിക്കുവാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പൊ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ ഒരു കാര്യം ചെയ്യേ, എനിക്കൊരു 5 ലക്ഷം രൂപ തരാൻ പറയണം. 5 ലക്ഷം രൂപ എന്തിനാ? അതൊക്കെ ഉണ്ട്. നമുക്ക് അവറ്റകളെ ഇവിടുന്ന് പുറത്താക്കണ്ടേന്ന് ചോദിക്കണം. 5ന്റെ പൈസ തരുമല്ല. എടാ നീ ഒരു മണ്ടനാടാ. അല്ലെങ്കിൽ നീ ഒന്നിനും കൊള്ളില്ലാത്ത കുറെ ഗുണ്ടകളെയൊക്കെയല്ലേ ഈ കാര്യങ്ങൾ ഏർപ്പാടാക്കിയത്. അതുകൊണ്ട് ഇനിയിപ്പൊ നീ ഇതിന്റെ പുറകെ പോണ്ട. ഈ ജലജയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി പൈസ തന്നിട്ടുള്ള ഒരു പരിപാടി നിനക്കില്ലെന്ന് പറയാണ്. ഇത്തരം പറഞ്ഞ് ജലജ കൊണ്ട് അകത്തേക്ക് കയറി പോവാ. അബിയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ തന്നെ ആദർശ് ദേവനോട് പറഞ്ഞു, അവൾ എന്ത് മന്ത്രം പ്രയോഗിച്ചിരിക്കുന്ന അറിയത്തില്ലമ്മേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ മുത്തശ്ശന്റെ മനസ്സ് മാറിയിരിക്കുന്നത്. മുത്തശ്ശൻ ആഹാരം ഒന്നും കഴിക്കില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ ആരോഗ്യസ്ഥിതി മോശമാവെന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേനും ഇവിടെ ശരിയാ മോനെ, ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. മുത്തശ്ശൻ കടുത്ത ദേഷ്യത്തിൽ തന്നെയാ. മുത്തശ്ശനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പെട്ടെന്ന് ആരെ കൊണ്ട് സാധിക്കില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ മുത്തശ്ശി പോലും പറഞ്ഞിട്ട് മുത്തശ്ശൻ കേൾക്കാൻ തയ്യാറായെന്ന് ചോദിക്കുകയാണ്. ശരിയാ, ഇപ്പൊ ഇനി എന്ത് ചെയ്യും? അതെ മോനെ, നീ ചെയ്ത പോലെ തെറ്റല്ലേ. നീ മുത്തശ്ശന് വാക്ക് കൊടുത്ത കാര്യങ്ങളല്ലേ അവളെ നോക്കിക്കോളാന്നൊക്കെ. അപ്പൊ അങ്ങനെ കാണിച്ച് മുത്തശ്ശന് ദേഷ്യം വരില്ലേന്ന് ചോദിക്കുകയാണ്. അതമ്മേ, അമ്മയ്ക്കറിയില്ല എന്റെ അവസ്ഥ. ഞാൻ ഈ വീട്ടിൽ എത്രമാത്രം ഉരുകുന്നുണ്ടെന്ന്. ഒരു വശത്ത് അമ്മ, ഒരു വശത്ത് അവള്. ഞാൻ ആളുടെ കൂടെ നിൽക്കണ്ടേ? അമ്മയ്ക്ക് ഞാൻ വാക്ക് തന്നല്ലേ. മുത്തശ്ശന് കൊടുത്ത പോലെ അതേ വാക്ക് ഞാൻ അമ്മയ്ക്കും തന്നല്ലേ. അപ്പൊ ഞാൻ ആർക്ക് തന്ന വാക്കാ പാലിക്കേണ്ടേന്ന് ചോദിക്കുകയാണ്. അതുപോലെ മൂത്തവർക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം മുത്തശ്ശന്റെ വാക്ക് പാലിക്കേണ്ടത് നല്ലത്. എന്റെ കാര്യം നീ വിട്ട് കളഞ്ഞാക്കാൻ പറയണ. ഇല്ലമ്മ, എനിക്ക് മുത്തശ്ശനെ പോലെ തന്നെ പ്രിയപ്പെട്ടതാ എനിക്ക് എന്റെ അമ്മേനെ കൈവിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദേവേന് പറഞ്ഞു, ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന മുത്തശ്ശനാണ്, മുത്തശ്ശന്റെ ആരോഗ്യമാണ്. മുത്തശ്ശനൊന്നും സംഭവിക്കാൻ പാടില്ല. അതറിയോ? അതിനുവേണ്ടി നീ എന്തെങ്കിലും ത്യാഗങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാണ്. എനിക്കറിയാമേ. അങ്ങനെ ദേവേനെയും അങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. അത് മൂർത്തി മുത്തശ്ശന് വേണ്ടി മാത്രം എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആദർശ് നേരെ നയനയുടെ അടുത്തേക്ക് പോകണേ. ഈ സമയത്ത് നയന ഹാളിലിരുന്ന് ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഹാളില്. ആദർശം വന്നിട്ട് പറഞ്ഞു, സോറി കിട്ടുമെന്ന് വേണ്ട. അല്ല എന്തിനാ സോറി? നീ വിളിച്ചപ്പോ ഞാൻ കോൾ എടുക്കാത്ത ഇച്ചിരി തിരക്കായിപ്പോയി, അതുകൊണ്ടാന്ന് വേണ്ട. ഓ, തിരക്കായതുകൊണ്ടായിരിക്കും എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ആദർശേട്ടാ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് വെറുതെ ആദർശേട്ടനെ വിളിക്കാറുണ്ടോ? എനിക്ക് എന്തെങ്കിലും വിഷമ സങ്കടം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷകരമായ കാര്യം പറയാനായിരിക്കും വിളിക്കുന്നത്. പക്ഷെങ്കില് ഒരു കാര്യമില്ലാതെ വിളിക്കുമെന്ന് ആദർശേട്ടൻ പ്രതീക്ഷിച്ചു. ഞാൻ മുത്തശ്ശന്റെ മെഡിസിൻ വാങ്ങിക്കുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു പോയ കാര്യമല്ലേന്ന് ചോദിക്കണം. അതിനിപ്പോ എന്നോട് സോറി ഒന്നും പറയണ്ടെന്ന് പറയണം. ആദർശ് പറഞ്ഞു, സോറി പറയാതിരിക്കാൻ പറ്റില്ല, ഞാനൊരു തെറ്റല്ലേ ചെയ്തത്. ഓ, തെറ്റാന്ന് മനസ്സിലായല്ലേ? എങ്കിലും ആദർശേട്ടൻ എന്തെങ്കിലും നമ്പർ ബ്ലോക്ക് ചെയ്തേ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. സാരമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദർശേട്ടന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലെന്ന് എനിക്കറിയാം. പക്ഷേങ്കില് മുത്തശ്ശന്റെ ഒരു കാര്യം, ആ ഒരു കാര്യം ആയതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചേ, അല്ലെങ്കിൽ ഒരു കാരണവശാലും വിളിക്കില്ലായിരുന്നു പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. ഇപ്പോഴാണ്ട് മുത്തശ്ശനാണെങ്കിൽ ആഹാരം കഴിക്കുന്നില്ല, മെഡിസിനും കഴിക്കുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ സ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരിക്കുമെന്ന് പറയണം. നയന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിന് കാരണക്കാരൻ ആരാ? ആദർശ് ഒരു പരിധിവരെ ആദർശനല്ലേന്ന് ചോദിക്കണം. അതെ, പിന്നെ നീ അങ്ങനെ പറഞ്ഞു, നീയല്ലേ മുത്തശ്ശനോട് പറഞ്ഞു കൊടുത്ത നിന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നൊക്കെ. ഇതേ അനാവശ്യം പറയരുത് ആദർശേട്ടാ, ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യ, നീ എനിക്കൊരു സഹായം ചെയ്താട്ടെ. എങ്ങനെ മുത്തശ്ശനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക. മുത്തശ്ശനെ കൊണ്ടൊന്ന് ആഹാരം കഴിപ്പിക്കാൻ പറയണോ? ഓ, അങ്ങനെയാണോ? അല്ല, ഞാൻ വന്നിട്ട് 1 വർഷമല്ലല്ലോ ആദർശിട്ടായിട്ടുള്ളൂ. പക്ഷെ ആദർശേണോ മുത്തശ്ശന് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമാനല്ലേ? ആദർശേട്ടനല്ലേ കമ്പനിയല്ലേ ഏൽപ്പിച്ച് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആദർശേട്ടൻ പറഞ്ഞ മുത്തശ്ശൻ കേൾക്കില്ലേന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞാലൊന്നും മുത്തശ്ശൻ കേൾക്കില്ല. ഇനി ഏക പ്രതീക്ഷ നീ മാത്രമാണ്. എങ്ങനെയെങ്കിലും നിന്റെ കാല് വേണേ ഞാൻ പിടിക്കാം. നീ മുത്തശ്ശനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറയാണ്. അതെ, ആദർശേട്ടന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എന്റെ മുത്തശ്ശനെ വേണം. അതിന് വേണ്ടിയിട്ടാ. എന്നെ കൊണ്ട് പറ്റുമോ നോക്കട്ടെ, ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ് അതിനെ എങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം നയനെ കണ്ടു കഴിഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞ് വാന്ന് പറയണം. നയനോടിച്ചു, അല്ലെങ്കിൽ നീ എന്ത് പരിപാടിയാ കാണിച്ചേ?
അപ്പൊ നിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത കാര്യം നീ എന്നോട് എന്താ പറയായിരുന്നെന്ന് ചോദിക്കുകയാണ്. നയന പറഞ്ഞു, അത് നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി, നീ നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിച്ചല്ലേ. നീ എന്തിനാ മോളെ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? എന്നിട്ടോ നിന്റെ കഷ്ടപ്പാടുകൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ആദർശ് അവൻ നിന്നോട് എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം അവൻ നിന്നോട് സ്നേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആദർശ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, മുറിയുടെ പുറത്ത്. അപ്പൊ ആദർശ് കേൾക്കുന്നുണ്ട് മുത്തശ്ശനൊക്കെ പറയണേ. അപ്പൊ നയന പെട്ടെന്ന് പറഞ്ഞു, വേണ്ട മുത്തശ്ശ, ആദർശേട്ടനെ കുറ്റപ്പെടുത്തണ്ട. ആദർശേട്ടൻ പാവ, ആദർശേട്ടൻ ഇന്നത്തെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിലും ഞാൻ അത്രയും വലിയൊരു തെറ്റ് ചെയ്തപ്പം ആദർശേട്ടൻ അത് ന്യായീകരിച്ചില്ലല്ലോ. തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുകയല്ലേ ചെയ്തേ. അതിന്റെ പേരിലുള്ളൊരു ദേഷ്യമുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് ഞാനുമായിട്ട്. ദേ ഇത്രയൊക്കെ ചെയ്തിട്ട് അവള് പിന്നെ അവനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. മുത്തശ്ശ അതിന്റെ പേരില് മുത്തശ്ശ ഫുഡ് കഴിക്കാതിരിക്കരുത്, ഫുഡ് കഴിക്കാൻ പറയണ. എനിക്ക് വേണ്ട, അതെങ്ങനെ ശരിയാവും? മുത്തശ്ശനല്ല പറഞ്ഞിട്ടുള്ളേ ആഹാരം കഴിക്കാൻ നമ്മൾ ഇരിക്കരുത്, നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും എന്നുള്ളത്. മുത്തശ്ശ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്കും ഇനി വേണ്ടാന്ന് പറയണം. മുത്തശ്ശൻ ആകെപ്പാടെ പെട്ടു. ഇനി എന്താ പറയണേ? ഞാൻ കഴിച്ചില്ല ഇവളും കഴിക്കില്ല എന്നാ പറയണേ. ആ മുത്തശ്ശൻ പറഞ്ഞു, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ കഴിക്കാം. അതെന്താ? അതെ, ഒരു വാക്ക് നീ എനിക്ക് തരണം. എന്റെ മരണശേഷമാണെങ്കിൽ ഇവിടെ എന്തൊക്കെ കഷ്ടതകളുണ്ടായി നീ ഈ വീട് വിട്ട് പോവില്ലെന്ന്. ഇത് കേട്ടതും പുറത്തു നിന്ന് ആദർശം, അകത്ത് നിന്ന് നയനെ ഒന്നും ഞെട്ടി. നയന പറഞ്ഞു, മുത്തശ്ശൻ എന്താ പറയണേ? മരണത്തെ കുറിച്ചോ? മുത്തശ്ശൻ ഇപ്പോഴെങ്ങും മരിക്കില്ല. മുത്തശ്ശന്റെ കൊച്ചുമക്കളും അവരുടെ കല്യാണോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാ മരിക്കുള്ളൂ. മുത്തശ്ശൻ സന്തോഷമായിട്ടിരിക്കുക, ഇനി മേലെ മരണത്തെക്കുറിച്ച് പറയില്ലെന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം അങ്ങോട്ട് നടക്കട്ടെ, ഞാൻ ആഹാരം കഴിക്കാന്ന് പറയാണ്. അങ്ങനെ പുറത്തുനിന്ന് ആദർശന് സന്തോഷമായി. പിന്നെ നീ പറഞ്ഞുകൊണ്ട് മാത്രം, നിന്നോടുള്ള എന്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയാണ്. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അങ്ങനെ ഇവിടെയെങ്കിലും ഞാൻ ജയിക്കട്ടെ മുത്തശ്ശാന്ന് പറയാണ്. അവളുടെ നയനയുടെ സംസാരം കേട്ടതും ആദർശ് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.